ഹായ്, നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പനിൽ പോകുന്ന സീരിയലിലെ സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ സച്ചി രേവതിക്കുള്ള കഞ്ഞിയൊക്കെ ആയിട്ട് രേവതി റൂമിലോട്ട് വരികയാണ്. അങ്ങനെ കഞ്ഞിയൊക്കെ എടുത്ത് കൊടുക്കുന്നു. മതി സച്ചിയേട്ടാന്നൊക്കെ രേവതി പറയുന്നു. അതിനുശേഷം രേവതി പറഞ്ഞു, സച്ചിയേട്ടാ ശരത് എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൻ ആൻ്റണിയായിട്ടുള്ള ചങ്ങാത്തമെല്ലാം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി, എനിക്കെൻ്റെ അനിയനെ തിരിച്ച് കിട്ടിയല്ലോ. അതെന്തായാലും നന്നായി രേവതി. ആൻ്റണിയായിട്ടുള്ള കൂട്ടുസെറ്റ് ഒരിക്കലും അവനൊരു നന്മയുണ്ടാവില്ല. അവൻ പഠിക്കുന്ന പയ്യനല്ലേ, പഠിച്ച് ഒരു നല്ല ഗതിയിലെത്തേണ്ട പയ്യനാണ്. ആൻ്റണിയായിട്ടുള്ള കൂട്ടുസെറ്റ് കൂടി വെറുതെ നശിച്ച് കളയേണ്ടതല്ല അവൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്നു. അതിനുശേഷം നമ്മുടെ ആൻ്റണി ഓഫീസിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആൻ്റണിയുടെ സഹായികൾ വന്ന് കൈയും കാലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സച്ചി വന്ന് പഞ്ഞി കിട്ടിയിട്ട് പോയതാണല്ലോ. അപ്പം കൂടെയുള്ള ആൾ പറയുന്നു, എന്നാലും ആ ശരത്ത് ഇങ്ങനെ നമ്മളോട് പെരുമാറിയല്ലോ ആൻ്റണിയേട്ടാന്നൊക്കെ പറയും. അതാ വെച്ചിട്ടുണ്ട് ഞാൻ. അവനും ശരത്തിനും സച്ചിക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റുഗ്ഗിനൊരു പണി കൊടുക്കുമെന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതിയും മീരയും കൂടി കടന്നു വരുന്നത്. അപ്പം നമ്മുടെ ശ്രുതിയെ കണ്ടതും ആൻ്റണി ചോദിക്കും, എന്താ ശ്രുതി പെട്ടെന്ന് നീ വന്നേന്ന് ചോദിക്കും. അത് ആൻ്റണി, പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിനാണ് വന്നതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇച്ചിരി ടൈറ്റിൽ എൻ്റെ കയ്യിൽ കാശില്ലെന്ന് പറയും. പൈസയ്ക്കൊന്നുമല്ല ഞാൻ വന്നത്, എനിക്ക് ആൻ്റണിയുടെ ഒരു സഹായം വേണമെന്ന് പറയും. എന്ത് സഹായം? അത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, എന്നെ ഒരുത്തൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെന്ന്, നവീൻ ദാസ്. അവൻ പിന്നെ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയോ ക്യാഷ് ആവശ്യപ്പെടുന്നു എന്ന് പറയും. അവൻ ജയിലിലല്ലേ? അപ്പോൾ മീര പറഞ്ഞു, അവനൊക്കെ എന്നേ ജയിലിൽ നിന്ന് ഇറങ്ങി. അവൻ എന്തിനാ പിന്നെയും നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്? അപ്പം നിൻ്റെ കയ്യിൽ എന്തോ കാര്യമായി തെറ്റുണ്ടല്ലോ, എന്താ അത്? അപ്പം മീര പറയും, അത് നീ അറിയേണ്ട കാര്യമില്ല ആൻ്റണി. നിനക്കിപ്പോൾ അവർക്ക് സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറയും. എന്താ ഞാൻ ചെയ്യേണ്ടത്? അവനെ കൊണ്ടുള്ള ബ്ലാക്ക് മെയിലിങ് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് അവനെ ഒന്ന് ഒതുക്കി നിർത്തണമെന്ന് പറയും. ശരി എന്ന് പറയും. നമ്മുടെ ആൻ്റണി മനസ്സിലാലോചിക്കുകയാണ്, ശരത്തിനിട്ടൊരു പണി കൊടുക്കുന്ന കാര്യം ആൻ്റണി മനസ്സിൽ കരുതിയിരിക്കുമായിരുന്നല്ലോ. അപ്പം നമ്മുടെ ശ്രുതിയെടുത്ത് ചോദിക്കും, നീ സച്ചിയുടെ ചേട്ടൻ്റെ വൈഫല്ലേ എന്ന് ചോദിക്കും. അതെ, സച്ചി അറിയാവോ? അറിയാം. കുറച്ച് നാൾ മുമ്പ് നിൻ്റെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് 1,00,000 രൂപ മോഷണം പോയിരുന്നു. അത് ആരാ എടുത്തതെന്നറിയാവോ? ഒരു കള്ളൻ കൊണ്ടുപോയെന്ന് അമ്മ പറഞ്ഞത്. അതെടുത്ത് ശരത്താണെന്ന് പറയും. ശരത്തോ? അതെ, അവൻ നിങ്ങളുടെ വീട്ടിലിടയ്ക്ക് വന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടി അവനെ കള്ളൻ എന്ന് പറഞ്ഞ് കളിയാക്കിയതിന് അവൻ പ്രതികാരം വീട്ടിയതാണ്. അവൻ മോട്ടിക്കുന്ന വീഡിയോ സച്ചിയുടെ ഫോണിലുണ്ടെന്ന് പറയും. സച്ചിയുടെ ഫോണിലോ? ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം ആൻ്റണി എന്ന് ചോദിക്കും. അതൊന്നും തൽക്കാലം നീ അറിയണ്ട. നീയും നവീൻ ദാസുമായിട്ടുള്ള ഇടപാട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ ഇത് നീ അറിയണ്ട. നിനക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. സച്ചിയുടെ കയ്യിലുള്ള വീഡിയോ എനിക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നവീൻ ദാസിനെ ഒതുക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറയും. അപ്പം നമ്മുടെ ശ്രുതിക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണല്ലോ. അങ്ങനെ ശ്രുതി പറയും, ശരി, ഞാൻ നിനക്കത് എത്തിച്ചു തരാമെന്ന് പറയും. അതിനുശേഷം നമ്മുടെ ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന ഹോട്ടലിലോട്ട് ശ്രീകാന്തിൻ്റെ ഓണറും വൈഫും മകളും കൂടി വരുന്നുണ്ട്. അപ്പോൾ മാനേജർ നിന്ന് എല്ലാവരെയും അകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പം മകളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെൻ്റെ മകളാണ് പ്രിയ, ലണ്ടനിൽ നിന്ന് ഹോട്ടൽ മാനേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞാന്നൊക്കെ പറയും. അപ്പോൾ അവരെല്ലാവരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രീകാന്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ് ഒന്ന് പറയും, ശ്രീകാന്ത് നമ്മുടെ ഓണർ വന്നിട്ടുണ്ടെന്ന് പറയും. അതിടയ്ക്ക് വരുന്നില്ലേ, കൂടെ ഒരു സ്ത്രീയും ഉണ്ട്, കൂടെ ഒരു പെണ്ണും ഉണ്ടെന്ന് പറയും. അത് അദ്ദേഹത്തിൻ്റെ വൈഫായിരിക്കും. അല്ലെന്നേ, ഇതൊരു പ്രായം കുറഞ്ഞ പെണ്ണാന്ന് പറയും. മകളെങ്ങാനും ആയിരിക്കും. അങ്ങനെ പിന്നെ ശ്രീകാന്ത് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ശ്രീകാന്തി എന്ന് പറഞ്ഞ് മാനേജർ വിളിക്കും. അപ്പം ഓണർ വൈഫിനെ പറഞ്ഞ് പരിചയപ്പെടുത്തും. ഇതാണ് ശ്രീകാന്ത്. അറിയാം, ശ്രീകാന്തിനെക്കുറിച്ച് എപ്പോഴും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ശ്രീകാന്തിൻ്റെ നല്ല സ്വഭാവമാണെന്നും നല്ല വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കുമെന്ന് പറയും. ശ്രീകാന്ത്, ഇതെൻ്റെ വൈഫ് അനുപമ, ഇത് എൻ്റെ മകൾ പ്രിയ. അവൾ ലണ്ടനിൽ നിന്ന് ഹോട്ടൽ മാനേജ്മെൻറ്റിനെ കഴിഞ്ഞിട്ട് വന്നത്, അവളാണ് ഇനി ഹോട്ടലിൻ്റെ ഇൻചാർജ് എന്ന് പറയും. ഓക്കെ, യു ആർ മോസ്റ്റ് വെൽക്കം മാഡം എന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. സംസാരിച്ചതിന് ശേഷം പറയും, ഞങ്ങൾ പോവുകയാണ്, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പ്രിയ നോക്കിക്കോളൂ എന്ന് പറയും. അങ്ങനെ ശ്രീകാന്ത് അവരെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോയി എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം പറയും, ഈ ശ്രീകാന്താണ് ഈ ഹോട്ടലിൻ്റെ ബാക്ക് ബോൺ എന്നാണ് ഡാഡി പറയുന്നതെന്ന് പറയും. അങ്ങനെയൊന്നുമില്ല മാം എന്ന് പറയും. അങ്ങനെ അകത്തോട്ട് വരുന്ന എനിക്ക് ഇവിടുത്തെ ഇന്നത്തെ മെനു കാർഡൊക്കെ ഒന്ന് കാണണം. വരും, അതെല്ലാം കാണിച്ചു തരാമെന്ന് പറയും. അകത്തോട്ട് കയറും. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ വരികയാണ്. വർഷ വന്നതിന് ശേഷം വരൂ വർഷയെന്ന് ശ്രീകാന്തിൻ്റെ ഒരു ഫ്രണ്ട് പറയും. ശ്രീകാന്ത് എവിടെ? ശ്രീകാന്ത് അവിടെ ഉണ്ട്, ഇപ്പോൾ വിളിക്കാമെന്ന് പറയും. അപ്പോഴത്തേക്ക് വർഷ പറയും, വർഷേ എന്താ? അത് എന്തുവാ ശ്രീകാന്ത്, എൻ്റെ വർക്കിന്ന് നേരത്തെ കഴിഞ്ഞു, എനിക്ക് നല്ല വിശപ്പുണ്ടടാ, എനിക്ക് ഫുഡ് കഴിക്കണം, പിന്നെ നമുക്ക് പുറത്ത് പർച്ചേസിനും പോകാമെന്ന് പറയും. പക്ഷേ ഇന്നെനിക്ക് തീരെ സമയമില്ല, ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മുതലാളിയുടെ മകൾ വന്നിട്ടുണ്ട്,
അതുകൊണ്ട് ഞാൻ അവരെ എല്ലാവരും ചുറ്റി നടന്ന് കാണിക്കുകയാണ് എന്ന് പറയും. ചുറ്റി നടന്ന് കാണിക്കാൻ ഇതെന്താ പാലസോ എന്നൊക്കെ പറയും. പക്ഷേ മിണ്ടായിരി എന്ന് പറയും. അങ്ങനെ അപ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രീകാന്തിനെ വിളിക്കാൻ ശ്രീകാന്ത് അങ്ങോട്ട് ചെല്ലുകയാണ്. മാഡം, ഇത് ഞാൻ 2 ദിവസം മുന്നേ ഇവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടി അറേഞ്ച്മെൻറ്റ് കൊള്ളാമല്ലോ, ഗുഡ് എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് ഇവിടുത്തെ മറ്റ് സ്റ്റാഫിനെയൊക്കെ വിളിക്കാൻ പറയും. അങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ പ്രിയ സംസാരിക്കുന്നുണ്ട്. എല്ലായിടത്തും പറയും, നിങ്ങളാരും എന്നെ ഒരു മുതലാളി രീതിയിൽ കാണരുത്. ആസ് എ ഫ്രണ്ട് നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നോട് പറയാം. ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഞാൻ തരുമെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ അവിടെ നിൽക്കുകയാണ്. പറയും, ശ്രീകാന്ത് എന്നെ മാഡം ഒന്നും വിളിക്കണ്ട, എന്നെ പേര് വിളിച്ചാൽ മതി എന്ന് പറയും. ശരി പ്രിയ എന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് മാഡം 1 മിനിറ്റ് എന്ന് പറയും. പിന്നെയും വർഷ അടുത്തോട് ചെല്ലും. അപ്പോൾ വർഷ പറയും, ശ്രീകാന്ത് നീ ഫുഡ് കഴിച്ചിട്ട് നീ ഒറ്റയ്ക്ക് പർച്ചേസ് ചെയ്യും, ഞാൻ ഇപ്പം എനിക്ക് സമയമില്ല വർഷേ എന്ന് പറയും. അപ്പോഴത്തേക്ക് പ്രിയ അങ്ങോട്ട് വരികയാണ്. മാഡം, പ്രിയ ഇതെൻ്റെ വൈഫ് വർഷ. ശ്രീകാന്ത് മാരീഡ് ആണോ? അതെ മാഡം. യു ആർ സ്റ്റിൽ യങ് എന്ന് പറയും. താങ്ക് യു മാം എന്ന് പറയും. ശ്രീകാന്തിന് ഈ ഫീൽഡിൽ നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ടെന്ന് പറയും. അപ്പം വർഷയും പറയും, അത് ഞാനും എപ്പോഴും പറയാറുണ്ട്, ഇവൻ നല്ലൊരു ഭാവിയുള്ളതാണ്, ഇത് നിങ്ങൾ സംസാരിക്കുക, ക്യാരി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുവാന്ന്. അപ്പോൾ നമ്മുടെ വർഷ പറയും, ശ്രീകാന്ത് മാരീഡാന്ന് പറഞ്ഞിട്ട് അവൾ വിഷ് ചെയ്ത് പോലും ഇല്ലയെന്ന് പറയും. പക്ഷേ നമ്മളൊന്നും പറയാതെ അവരെൻ്റെ ബോസാന്ന് പറയും. ബോസല്ല, അല്പം ലൂസാന്ന് പറയും. അത് ചോദിക്കും, അങ്ങനെ സംസാരിക്കരുത്. അവൾ നീ എങ്ങാന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സുഖിച്ച് കാണും എന്ന് പറയും. അല്ലെങ്കിൽ എന്നെ ആരും പുകഴ്ത്തി പറഞ്ഞ് നിനക്ക് അത്ര ഇഷ്ടമല്ലല്ലോ, മതി എന്ന് പറയും. അങ്ങനെ പിന്നെ അവർ രണ്ടുപേരും കൂടി പുറത്തോട്ട് പോവുകയാണ്. നമ്മുടെ ശ്രുതി വീട്ടിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെ സച്ചിയുടെ കയ്യിൽ നിന്ന് ഫോൺ കൈക്കലാക്കാം. ഫോൺ കൈക്കലാക്കി മാത്രമേ അതിനുള്ള വീഡിയോ ആൻ്റണിക്ക് നൽകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ ശ്രുതി വരുന്നുണ്ട്. എനിക്ക് വയറ് വിശക്കുന്നു ശ്രുതി. ശ്രുതി അവ പറയും, ശ്രുതി ഇപ്പം എന്തായാലും ഷോറൂമിലോട്ട് പോകും, അതിനുശേഷം ഫുഡ് കഴിക്കാം പറയാം. ഒരു ഉത്തരവാദിത്വം ഇല്ല, ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ വഴക്ക് പറയും. അങ്ങനെ ശ്രുതി അങ്ങ് പോകും. അതിനുശേഷം നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി വരികയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അവിടെ നിന്ന് ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട്. തലയെല്ലാം ബാൻഡേജെല്ലാം കിട്ടിക്കൊണ്ടൊന്ന് ക്ലീനൊക്കെ പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും രേവതി ചേച്ചി എന്ത് പറ്റി എന്ന് ചോദിക്കും. അത് അപ്പോഴത്തേക്ക് പെട്ടെന്ന് സച്ചി ഓടുന്ന അവളെ ഒരു പഴത്തൊലി തട്ടി വീണയെന്ന് പറയും. അപ്പം നമ്മുടെ രവി അവിടെ ഇരിപ്പുണ്ട്. രവി പറയും, പഴത്തൊലി തട്ടി വീണതോ? നീയല്ലേ പറഞ്ഞേ രേവതി മോള് സ്കൂട്ടർ ഓടിച്ചപ്പം ആക്സിഡൻ്റ് ആയെന്ന്. അല്ല, അങ്ങനെ ആയത് പഴത്തൊലി തട്ടി തെറ്റി വീണിട്ട് പിന്നെ ആക്സിഡൻ്റ് ആയി. അപ്പോൾ പറയും, എന്തുവാടാ നീ പറയുന്നത്? ആദ്യം പറഞ്ഞ് പഴത്തൊലി തട്ടി വീണെന്ന്, പിന്നെ പറയുന്നത് ആക്സിഡൻ്റ് ആയെന്ന്. എന്തോ ശരിക്കും നടന്നത്? അല്ല, പഴത്തൊലി തട്ടി വീണതാ, പിന്നെ അത് ആക്സിഡൻ്റ് ആയെന്നൊക്കെ പറയും. ശരിക്കും ശ്രീകാന്ത് എന്തോ എന്തോ ശരിക്കും സംഭവിച്ചെന്ന് പറയും. അത് സത്യ ശ്രീകാന്തേ അല്ല. അപ്പം നമ്മുടെ സച്ചിയുടെ അച്ഛൻ പറയും, എന്തുവാടാ ശരിക്കും നടന്നതെന്ന് നോക്കി, നീ പറയേണ്ട രേവതി മോള് പറയുമെന്ന് പറയും. പറ മോളെ എന്താ സംഭവിച്ചത്? അത് അച്ഛാ സച്ചിട്ടൻ പറഞ്ഞാൽ ശരിയാ, പഴത്തൊലി തട്ടി തെറ്റി വീണാൻ പോയപ്പോൾ പെട്ടെന്ന് വണ്ടി ആക്സിഡൻ്റ് ആയതാ എന്നൊക്കെ പറയും. അങ്ങനെ അവർ രണ്ടുപേരും പറയുന്നതിനകത്ത് എന്തോ ഒരു ക്ലാരിഫിക്കേഷൻ വ്യത്യാസമുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വരും എപ്പിസോഡിലൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പം എല്ലാവരും കഥ കാണണം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.